മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. LDF ചേലക്കര നിയോജക മണ്ഡലം പ്രകടന പത്രിക വിഷൻ 2031 പുറത്തിറക്കി. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയതെന്ന് LDF നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി PA ബാബു പറഞ്ഞു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി അതിന്റെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തിരുന്നു. തുടർന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 5 വർഷക്കാലം അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കണം എന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ചേലക്കര മണ്ഡലത്തിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് KK മുരളീധരൻ കൺവീനറായി ചേലക്കര ഏരിയ സെക്രട്ടറി, ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് നവമാധ്യമ സംവിധാനത്തിലൂടെ അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾ എല്ലാം പരിശോധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KB നബീസയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് പരിശോധിച്ച് 5 വർഷം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രകടന പത്രികയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഇന്നിവിടെ ബഹുമാന്യായ MP പ്രകാശനം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഇടതുപക്ഷ മുന്നണി വെറുതെ വാഗ്ദാനങ്ങൾ നൽകലല്ല. UDF പറയുന്നത് പോലെ, BJP പറയുന്ന പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ല. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഈ ചേലക്കര മണ്ഡലത്തിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ തുടർന്ന് ഇനി പ്രത്യേകമായ ഊന്നൽ നൽകിക്കൊണ്ട് 5 വർഷം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഇതിലുള്ളത്. പ്രധാനമായും ടൂറിസം മേഖലയിൽ ഇപ്പോൾ ആഗോള പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ് കുത്താമ്പള്ളി കൈത്തറി ഗ്രാമം. ഇപ്പോൾ കുത്താമ്പള്ളി കൈത്തറി ഗ്രാമത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൈതൃക ടൂറിസം പദ്ധതി, അതുപോലെ തന്നെ കേരള കലാമണ്ഡലം, വാഴാലിക്കാവ്, അസുരൻകുണ്ട് ഡാം, ചീരക്കുഴി ഡാം തുടങ്ങിയവയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി, അതുപോലെ തന്നെ ഒരു തീർത്ഥാടന ടൂറിസം പദ്ധതിയും നടപ്പിലാക്കാമെന്നതാണ് ടൂറിസം മേഖലയിൽ പ്രധാനമായും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. നമ്മുടെ മണ്ഡലം ഒരു കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലം എന്ന നിലയിൽ, അപ്പോൾ കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലത്തിൻ്റെ ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു ജലസേചന പദ്ധതി, കല്ലേപ്പാടം കൂട്ടിൽമുക്ക് തടയണ നിർമ്മിച്ചുകൊണ്ട് ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുക, ചീരക്കുഴി ഡൈവേർഷൻ സ്കീമിൻ്റെ ഇറിഗേഷൻ കനാൽ അത് പഴയന്നൂർ മുതൽ അപ്പുറത്ത് ദേശമംഗലം പഞ്ചായത്ത് വരെ 56 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പദ്ധതിയാണ്, അത് നടപ്പിലാക്കുക. പഴയന്നൂരിലെ സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ നല്ല നിലയിലുള്ള കാർഷിക ഇന്നോവേഷൻ സെൻ്ററായി പാർക്കായി അതിനെ വികസിപ്പിക്കുക. അതുപോലെ തന്നെ തിരുവില്ലാമലയിലെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ, വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കുക. വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്ക, ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ, ഇതിനെ ആഗോള ബ്രാൻഡാക്കി മാറ്റുക. ഇങ്ങനെ കാർഷിക മേഖലയിൽ വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതി സഹകരണ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തി നടപ്പിലാക്കണം എന്നാണ് കാർഷിക മേഖലയിൽ കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം. ആരോഗ്യരംഗത്ത് എല്ലാ പഞ്ചായത്തിലും നമുക്ക് ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ചേലക്കര ആസ്ഥാനം എന്ന നിലയിൽ ചേലക്കര താലൂക്ക് ലെവൽ ഹോസ്പിറ്റലിനെ ഗൈനക്കോളജി, സർജറി വിഭാഗങ്ങൾ, നൂതന ചികിത്സാ സംവിധാനം ആരംഭിക്കണം. അപ്പം അതിനുവേണ്ടി ഭൂമി ഇപ്പോഴത്തെ സൗകര്യം പോരാ, കെട്ടിടത്തിൻ്റെ പരിമിതിയാണ്. അപ്പോൾ കെട്ടിടം പണിയുന്നതിന് വേണ്ടി സംഖ്യ നീക്കി വെച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി പിറകെടുക്കുന്നതിന് വേണ്ടി, സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയും സംഖ്യ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന താലൂക്ക് ആശുപത്രിയാക്കി ഇതിനെ ഉയർത്തുക എന്നതാണ്. ഇപ്പോൾ തന്നെ താലൂക്ക് ലെവൽ ഹോസ്പിറ്റലാണ്. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ ഉൾപ്പെടെ 11 ഡോക്ടർമാരുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ. IT മേഖലയിൽ, നമ്മുടെ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുക, കൂടുതൽ
വർക്ക് ജോബ് ലഭിക്കുന്ന വിധത്തിൽ, ചെറുപ്പക്കാർക്ക് ജോബ് ലഭിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. IT പാർക്ക് ഉൾപ്പെടെ. ഇപ്പോൾ ചേലക്കര മണ്ഡലം വ്യാവസായികമായി പിന്നോക്കം നിന്ന മണ്ഡലം ഇപ്പോൾ പരവൂർ വ്യവസായ പാർക്ക്, പഴയന്നൂർ സിഡ്കോ പാർക്ക്, ഇങ്ങനെ വ്യാവസായിക രംഗത്ത് ചെറുകിട വ്യവസായം കൊണ്ട് മുന്നേറുകയാണ്. അപ്പോൾ IT അധിഷ്ഠിത വ്യവസായം നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള സംരംഭം ചേലക്കരയിൽ തുടങ്ങണമെന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ വ്യവസായ രംഗത്ത് നമുക്കറിയാം, കരകൗശല മൺപാത്ര നിർമ്മാണ മേഖലയുണ്ട്, പുൽപ്പായ, കൊട്ടനെയ്ത്ത്. ആ പരമ്പരാഗത വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു പ്രത്യേക പദ്ധതി. അതുപോലെ തന്നെ വനിതാ വ്യവസായ പാർക്ക് മണ്ഡലത്തിൽ ആരംഭിക്കുക. കുത്താമ്പള്ളിയെ ഹെറിറ്റേജ് ഗ്ലോബൽ ഫാഷൻ ഹബ്ബാക്കി മാറ്റുക. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ പ്രധാനമായി വ്യവസായ രംഗത്ത് വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് ക്യാമ്പസിനെ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കുക. വിദ്യാർത്ഥികൾക്ക് നിയോജക മണ്ഡലത്തിൽ മിനി ആസ്ട്രോണമി ടവർ സ്ഥാപിക്കുക. ഭാഷ, ഗണിതം എന്നിവയിൽ അടിസ്ഥാന ശേഷികൾ കുട്ടികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. യൂത്ത് സ്കിൽ അക്കാദമി സ്ഥാപിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേലക്കര മണ്ഡലത്തിൽ നിങ്ങൾക്കറിയാം, നേരത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ഉണ്ടായിരുന്നില്ല. എല്ലാ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ നിലയിൽ വന്നു. ഗവൺമെന്റ് കോളേജ് കിള്ളിമംഗലത്ത് വന്നു. IHRD കോളേജ് ഉണ്ട്. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗം തന്നെ ചേലക്കര മണ്ഡലത്തിൽ നല്ല നിലയിൽ വന്നിട്ടുണ്ട്. അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ ഉല്ലാസ പദ്ധതി, ചേലക്കര വയോജന സൗഹൃദ പദ്ധതി, ഉല്ലാസത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനുള്ള പരിപാടികൾ ഒരുക്കുക. ഭിന്നശേഷി സൗഹൃദ നയം നടപ്പിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ കാര്യത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. സാംസ്കാരിക രംഗം ചേലക്കര മണ്ഡലം ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട്, കലാമണ്ഡലം സാംസ്കാരിക കേന്ദ്രം, വെങ്കിച്ച സ്വാമി തിരുവില്ലാമലയിലെ സാംസ്കാരിക കേന്ദ്രം, ചേലക്കരയിൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ സിനിമാ തിയേറ്റർ തുടങ്ങണം എന്നൊരു പദ്ധതി ആലോചിക്കുന്നുണ്ട്. സ്ഥലം ലഭ്യമായാൽ അതും കൂടി ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർക്ക് അവരെ ആകർഷിക്കുന്നതിനും താമസിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പരിസ്ഥിതി സൗഹൃദമായ പദ്ധതികൾ, കാർബൺ ന്യൂട്രൽ ചേലക്കര പദ്ധതിക്ക് രൂപം നൽകുക. മഴവെള്ള സംഭരണി, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വന്യമൃഗ ശല്യം, അക്രമം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത്രയുമാണ് ഉദ്ദേശിക്കുന്നത്. പശ്ചാത്തല സൗകര്യത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണ് ഉണ്ടായിട്ടുള്ളതെന്നറിയാം. ചേലക്കര മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് റോഡുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പണി പുരോഗമിക്കുകയാണ്. എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് എത്തിക്കുക. പുതിയ പാലങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ നല്ല നിലവാരത്തിലാക്കി മാറ്റുക. KSRTCയുടെ സബ് ഡിപ്പോ തിരുവില്ലാമലയിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. MLA ഫണ്ട് വെച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കുക. ചീരക്കുഴി മുതൽ കൊണ്ടയൂർ വരെ നിള തീര പാത നടപ്പിലാക്കുക എന്ന പദ്ധതി. ചേലക്കരയിൽ ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരിക എന്ന പദ്ധതി. അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റ് 3 സ്ഥലത്താണുള്ളത്. ഒന്ന് ലക്കിടി, പിന്നൊന്ന് പൈങ്കുളം, പിന്നൊന്ന് മുള്ളൂർക്കര. ഇത് 3ഉം ROB റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു. സ്പോർട്സ് രംഗത്ത് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് സ്പോർട്സ് യുവജന മേഖലയിൽ ചേലക്കരയിൽ ഒരു സ്പോർട്സ് അക്കാദമി, ആധുനിക സ്പോർട്സ് സ്റ്റേഡിയം സ്ഥാപിക്കണം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ചേലക്കരയുടെ തനതായ ഒരു കളിയാണ് തലമപ്പന്ത് കളി. അത് ലോക പ്രശസ്തി ആർജിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, തലമ പന്തിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക. ഓരോ വില്ലേജിലും ഓരോ കളിസ്ഥലം എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുക. യുവജനങ്ങൾക്ക് കായിക രംഗത്ത് ആവശ്യമായ പരിശീലനം നൽകുക. ഇപ്പോൾ കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെറിയ ഒരു ഉള്ളടക്കത്തിൽ ഞങ്ങൾ വെച്ചിട്ട്. കുറേയേറെ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. അത് പരിശോധിച്ച് പരിമിതമായ സമയം കൊണ്ട് സബ് കമ്മിറ്റി കൺവീനർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. അത് സബ് കമ്മിറ്റി യോഗം ചേർന്ന് നമ്മുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ മാർഗനിർദ്ദേശ പ്രകാരം നമ്മളിത് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചതാണ്. അതാണ് ഇപ്പോൾ ബഹുമാനായ MP ഇവിടെ പ്രസിദ്ധീകരിച്ചത്. വിഷൻ 2031 വരുന്ന 5 കൊല്ലം കൊണ്ട് ചേലക്കരയെ നമ്മുടെ സംസ്ഥാനത്തോടൊപ്പം തന്നെ വികസിത മണ്ഡലമാക്കി മാറ്റാൻ ഇപ്പോൾ തന്നെ വലിയ മുന്നേറ്റം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പിന്നോക്കം നിന്ന മണ്ഡലം ചേലക്കരയിലെ നമ്പർ 1 മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്.
ഈ 5 കൊല്ലം കഴിയുമ്പോഴും അതിനെ സമ്പൂർണ്ണമായ രംഗത്തേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാണ് LDF ചേലക്കര മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാറുള്ളത്.